ആശീർവാദ് സിനിമാസിന്റെ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും ഇത്. അതിന്റെ കൂടെ ഉള്ള എല്ലാവരോടും തന്നെ കൂടിയിട്ടുണ്ട്. മോഹൻലാൽ സാറുണ്ട്, മുരളിയേട്ടനുണ്ട്, പൃഥ്വിരാജനുണ്ട്. എല്ലാവരും കൂടി അതിന്റെ ഒരു ചർച്ചയിലാണ്. വരുന്ന വർഷം മെയ് മാസത്തിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ലാൽ സാർ ബാക്കി സംസാരിക്കും. ഞാൻ പറയാം. അല്ല, ഇത് ആക്ച്വലി ഒരു സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ സവിശേഷതകളുള്ള ഒരു ചടങ്ങല്ല ഇവിടെ നടന്നത്. ഒരു സംവിധായകൻ, പുതുമുഖ സംവിധായകൻ, അയാൾ ചെയ്യാൻ പോകുന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്ന നടനെ കാണാൻ പോകുന്നത് എല്ലാ നടന്മാരുടെയും സംവിധായകരുടെയും ലൈഫിൽ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ ഇവിടെ നടന്നത്. എനിക്ക് ഇതെന്താ പേഴ്സണലി സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, എന്റെ അടുത്ത് ഫോണിലൂടെ ലാലേട്ടൻ മോനി സിനിമയിൽ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞതിന് ശേഷം, ലൂസിഫർ എന്ന സിനിമയെ കുറിച്ച് നമ്മൾ അനൗൺസ് ചെയ്തതിനു ശേഷം ലാലേട്ടനെ കാണാൻ സാധിച്ചിട്ടില്ല. ലാലേട്ടന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം, എന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഒക്കെ കൂടി പല സ്ഥലങ്ങളിലായിരുന്നു. ഇന്നാണ് ലാലേട്ടൻ എറണാകുളത്തുള്ള സമയത്ത് എനിക്ക് കുറച്ച് സമയം കിട്ടിയത് ലാലേട്ടന്റെ. അപ്പോ ആദ്യമായിട്ടാണ് ഞാൻ ലൂസിഫറിന്റെ അനൗൺസ്മെന്റിന് ശേഷം ലാലേട്ടനെ കണ്ടത്. ഞാനും അതെ, മുരളി അതെ. സോ ഒരു ഒഫീഷ്യൽ കിക്ക് ഓഫ് എന്ന് എന്റെ മനസ്സിൽ ഞാൻ കുറിച്ചിടുന്ന ദിവസം ഇന്നാണ്. സോ ഇന്നു മുതൽ ഇൻ മൈ മൈൻഡ് ലൂസിഫറിന്റെ ഒരു ജോലികൾ തുടങ്ങുകയാണ്. ആൻഡ് അത് ഇങ്ങനെ ലാലേട്ടന്റെ പ്രസൻസിൽ, ലാലേട്ടന്റെ വീട്ടിൽ ഒരു അവസരം ഒരുക്കി തന്ന ശ്രീ ആന്റണി പെരുമ്പാവൂർ, എന്റെ നിർമ്മാതാവിനോട് വേണം നന്ദി പറയാൻ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമയ്ക്കൊപ്പം എന്റെ ആദ്യത്തെ സംവിധാന സംരംഭത്തിനൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു. ഇതൊരു എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മലയാളത്തിലെ ഏറ്റവും മാസ് ബേസ് ഉള്ള ഒരു സൂപ്പർ സ്റ്റാറിനെയും, അതേപോലെ തന്നെ ഏറ്റവും വലിയ മോസ്റ്റ് സെലിബ്രേറ്റഡ് റോ മെറ്റീരിയൽ among ആക്ടേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു വലിയ ചിത്രം ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ഒരു പ്രോസ്പെക്റ്റ് ആണ്. അതേപോലെ തന്നെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് സിനിമയിൽ. ആ പ്രതീക്ഷ ഞങ്ങൾ തന്നെ നിറവേറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലൂസിഫർ എന്ന ചിത്രം അനൗൺസ് ചെയ്തത് വളരെയധികം ആൾക്കാര് സിനിമയെ സപ്പോർട്ട് ചെയ്തു. അതിന്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ കാണിച്ച വ്യഗ്രത ഞങ്ങൾ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ലൂസിഫറിന്റെ പുതിയ വിശേഷങ്ങൾ, ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കിടും. ഇന്ന് ലൂസിഫറിന്റെ ഒരു തുടക്കമാണ്. ഇത് നല്ലൊരു പ്രോജക്റ്റായിട്ട് മാറാൻ നിങ്ങളും പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒരു സിനിമ തരാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. താങ്ക് യു. വെരി ഗുഡ്.